ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും അടിപൊളിയായി ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ കുറച്ച് കാലമായി വ്ളോഗ് ചെയ്തിട്ട്, അതായത് ലോങ് വീഡിയോ ചെയ്തിട്ട് ഏകദേശം 1.5 വർഷത്തോളമായി. അതിലിടയിൽ ജോലി കിട്ടി, പിന്നെ പ്രഗ്നൻ്റ് ആയി, പ്രസവിച്ചു. മോനിപ്പോൾ ഏകദേശം 1 വയസ്സ് കഴിഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. പക്ഷേ ഇത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലായത് ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഹെത്വീൻ്റെ ഒരു ഡേ ആണ് ഞാനിതിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്ന്. ഹെത്വീ എന്നാണ് കേട്ടോ മോൻ്റെ പേര്, ഹെത്വിക്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൾ എഴുന്നേറ്റിട്ടില്ല, പുള്ളി ഉറങ്ങുവാണ്. സാധാരണ ഞാൻ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ കൂടെ തന്നെ എഴുന്നേറ്റ് വരുന്നതാണ്. ഇന്ന് എന്താണെന്നറിയില്ല, രാവിലെ പാലൊക്കെ കുടിച്ച് ആള് നല്ല ഉറക്കത്തിലാണ്. സാധാരണ ഈ ബാൽക്കണിയിൽ ഇറങ്ങലും ഈ കാഴ്ച കാണലും ഒന്നും നടക്കാറില്ല. കാരണം രാവിലെ മുതലേ അവൻ്റെ പിറകെ ആയിരിക്കും. ഞാൻ ബാൽക്കണിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ ഇറങ്ങണം. പിന്നെ ഇവിടുന്ന് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കരച്ചിലായി വിഴിച്ചിലായി. അതുകൊണ്ട് ഞാനും ഇറങ്ങാറില്ല, അവനെ ഇറക്കാറില്ല. ഇതിപ്പോൾ സമയം ഏകദേശം ഒരു 8-8:30 ആയിട്ടുണ്ട്. രാവിലെ 8 മണിയാകുമ്പോൾ അർജുവേട്ടൻ ഓഫീസിൽ പോവും. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ട്. തലേ ദിവസം എല്ലാം അവൻ നിരത്തിയിടും. ഇത് സാധാരണ ഞാൻ എടുത്ത് വെക്കാറില്ല, പക്ഷെ ഇന്ന് ആൾ ഉറങ്ങായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന്. അങ്ങനെ നമ്മൾ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു. മെയിൻലി ക്ലീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോയ്സ് എല്ലാം പെറുക്കി അവൻ്റെ ബാസ്ക്കറ്റിൽ എടുത്തിടുക, പിന്നെ ഒന്ന് അടിച്ചു വാരിയണം. അത്രയൊക്കെ തന്നെ ക്ലീനിങ് ഉള്ളൂ. പക്ഷെ ഇത് ചെയ്ത് പകുതി എത്തുമ്പോഴേക്കും ആൾ എഴുന്നേറ്റ് വരും. ആദ്യമൊക്കെ വൈകുന്നേരം ആകുമ്പോൾ അല്ലെങ്കിൽ അവൻ ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ ഇതെല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് പെറുക്കിയിട്ട് എല്ലാം ചെയ്യായിരുന്നു. പിന്നെ ഞാനിത് ചെയ്യാറില്ല. കാരണം രാവിലെ എഴുന്നേറ്റ് വന്നപാടെ ഇവൻ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം എടുത്ത് കമഴ്ത്തും. പിന്നെ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും എൻ്റെ ടെമ്പർ തെറ്റും. പിന്നെയെന്ന് വെച്ചാൽ അവൻ്റെ ലോകം ഇതാണല്ലോ, അവൻ്റെ എൻ്റർടൈൻമെൻറ്റ്, അവൻ്റെ കാര്യങ്ങളൊക്കെ. അവൻ എന്തൊക്കെയാണ് മനസ്സിൽ കണക്ക് കൂട്ടുന്നതെന്നൊന്നും അറിയില്ലല്ലോ. പിന്നെ ഞാനിത് എടുത്ത് വെക്കാണ്ടായി. വീക്കിലി ഒരു ദിവസം മാത്രം ഞാൻ ഈ റൂം ഒന്ന് ക്ലീൻ ചെയ്തിടും. പ്രഗ്നൻസിയും ഡെലിവറിയും ഒക്കെ ജപ്പാനിൽ തന്നെയായിരുന്നു കേട്ടോ. അത് കാരണം ഹെത്വിക്ക് ഒരു 8 മാസമായതിനു ശേഷം ഞാൻ നാട്ടിൽ പോയിരുന്നു. കഴിഞ്ഞ 5 മാസം ഞാൻ നാട്ടിലായിരുന്നു. ഇപ്പം നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഇവിടെ ജോലി നോക്കുന്നുണ്ട്. ജോലി നോക്കിയിട്ട് കിട്ടുന്നില്ല, നല്ല ബുദ്ധിമുട്ടാണ് കിട്ടാനായിട്ട്. മെയിൻലി ജാപ്പനീസ് അറിയണം. ജാപ്പനീസ് കുറച്ചൊക്കെ തപ്പി പിടിച്ചറിയെങ്കിലും അത്രയും അങ്ങോട്ട് സംസാരിക്കാനായിട്ട് എനിക്കറിയില്ല. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇങ്ങോട്ട് ആരെങ്കിലും വന്നിട്ട് ജോലിയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ജാപ്പനീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. Good morning. Good morning. Good morning. Hey, Julie. Acha. Endani? Acha. മിക്കപ്പോഴും ഉറക്കം എഴുന്നേറ്റ് വരുമ്പം കരയും. കാരണം എന്നെ അടുത്ത് കണ്ടിട്ടില്ലെങ്കിൽ മിക്കവാറും കരഞ്ഞോണ്ടാണ് വരിക. ഇന്ന് എന്താണെന്നറിയില്ല, എനിക്ക് തോന്നുന്നു അടിച്ചു വാരുന്ന സൗണ്ട് കേട്ടിട്ടായിരിക്കണം എഴുന്നേറ്റ് വരുന്നത്. ആ ചിരി കണ്ടാൽ അറിയാലോ, പുള്ളിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള ചൂല് പിന്നെ ആ ട്രൈപോഡ്, അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ആൾ ഫുള്ളി ഹാപ്പിയാണ്. ഇങ്ങനെ മോം എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമില്ല, പക്ഷേ എന്നാൽ അത്ര ടഫും അല്ല. നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ബേബീനെ നല്ല ഹാപ്പി ആയിട്ട് കെയർ ചെയ്യാൻ പറ്റും. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എവിടെയെങ്കിലും ഈ സ്റ്റഡി ട്രിപ്പൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് വിടൂല കേട്ടോ. വീട്ടിൽ നിന്ന് വിടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ അമ്മേനോട് ചോദിക്കുന്ന പറയും, അമ്മ പറയും അച്ഛനോട് ചോദിക്കുന്നു. അവർ രണ്ടുപേരും ഒരു തീരുമാനത്തിൽ എത്തിയില്ല, ഞാൻ പോവുകയില്ല. കോളേജ് എത്തിയതിന് ശേഷം ഞാൻ ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ രാവിലെ അച്ഛനും അമ്മയും വിളിക്കും, വൈകുന്നേരം അച്ഛനും അമ്മയും വിളിക്കും, കോളേജിൽ നിന്ന് ഹോസ്റ്റലിൽ എത്തിയ അച്ഛനും അമ്മയും വിളിക്കും. അപ്പോൾ എനിക്ക് ദേഷ്യമായിരുന്നു, എന്തിനാ ഇവരിങ്ങനെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ വലിയ കുട്ടിയല്ലേ, എന്തിനാണ് എന്നെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. പക്ഷേ ഇപ്പോൾ ഒരു അമ്മയായതിനു ശേഷം എനിക്ക് നന്നായിട്ടറിയാം ആ ഫീലിങ്സ് എത്രത്തോളമാണെന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഞാൻ അച്ഛനും അമ്മയും ഇരിക്കുമ്പോൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്തിനാ അന്ന് എന്നെ വിളിച്ചുകൊണ്ടിരുന്നതെന്ന്. അപ്പോൾ അച്ഛനൊരു ചിരി ചിരിച്ചു, അമ്മ പറഞ്ഞു എന്നോട്, ഓരോരുത്തരും ഓരോ സിറ്റുവേഷനിലെത്തിയാലേ ആ ഒരു ഫീലിങ്സ് മനസ്സിലാവുള്ളൂ എന്ന്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. എൻ്റെ ക്ലീനിങ് ഏകദേശം കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഈ കയറി വരുന്ന ആ ഒരു സ്ഥലമൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു. ഇനി ഹെത്വീനൊന്ന് ബ്രഷ് ചെയ്യിപ്പിക്കണം. ഇത്രയും സമയം മോനെ കളിക്കാൻ വിട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ തൊട്ട് മുമ്പ്, അതായത് രാവിലെ ഞാൻ എഴുന്നേൽക്കുന്ന ആ സമയത്താണ് അവൻ പാല് കുടിച്ചിട്ട് കിടന്നുറങ്ങിയത്. ഫോർമുല മിൽക്കാണ് കുടിച്ചത്. അപ്പോൾ ഫോർമുല മിൽക്ക് കുടിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 4 hours കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത മീൽസ് കൊടുക്കുള്ളൂ. അത്രയും സമയം അവന് വിശക്കില്ല.
രാവിലെ പാല് കുടിക്കാത്ത ദിവസങ്ങളാണെങ്കിൽ അവന് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കൊടുക്കും, ദോശയോ പുട്ടോ അല്ലെങ്കിൽ വല്ല പാൻ കേക്കോ എന്തെങ്കിലും. ഇന്ന് രാവിലെ പാല് കുടിച്ചത് കാരണം ഇന്ന് അവനൊരു ബോയിൽഡ് എഗ്ഗാണ് ഞാൻ കൊടുക്കുന്നത് ഫസ്റ്റ് തന്നെ. കാരണം അത്യാവശ്യം വയറ് ഫുള്ളായിട്ട് തന്നെ ഇരിക്കുന്നത്. പിന്നും നമ്മൾ വലിയൊരു ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവന് ബുദ്ധിമുട്ടായി എന്ന് വരും. ഒറ്റയ്ക്ക് കഴിക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ ഒറ്റയ്ക്ക് കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് പണിയാവുന്നുള്ളത് കൊണ്ട് ഞാൻ മെല്ലെ അത് കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഞാൻ തന്നെ കൊടുക്കാൻ നിന്നു കേട്ടോ. മോൻ ജനിച്ചതിന് ശേഷം ഞാനിങ്ങനെ ക്യാമറയും കൊണ്ട് നടന്നിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ അധികം ഇവൻ്റെ കൂടെ കളിക്കുന്ന സമയത്ത് ഈ ഫോൺ യൂസ് ചെയ്യാറുമില്ല. പിന്നെ ഇന്നാണ് ഞാൻ ഈ ക്യാമറ അവിടെ ഇവിടെയും വെച്ച് ഷൂട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ മോൻ വിചാരിക്കുന്നുണ്ടാവും ഈ മമ്മയ്ക്ക് എന്താ പറ്റിയത്, ഫോൺ എന്തിനാ അവിടെ ഇവിടെയും വെച്ചിരിക്കുന്നതെന്ന്. ഇവനാണെങ്കിൽ അത് കാണുമ്പോൾ ഭയങ്കര കൗതുകം കാരണം പോയിട്ട് അതൊക്കെ പിടിക്കാനും നോക്കുന്നുണ്ട്. ഞാൻ അവിടെ ഇവിടെയൊക്കെ അവൻ കാണാതെ ഫോൺ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. എപ്പോഴും ഇവൻ്റെ ഈ വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് ഞാൻ ഈ ടേബിളിൻ്റെ അറ്റത്ത് കൊണ്ടുവയ്ക്കും. അവന് പെട്ടെന്ന് വേണ്ടപ്പോൾ എടുത്ത് കുടിക്കാന്നുള്ള രീതിയിൽ അവിടെ വെക്കും. അപ്പോൾ പിന്നെ അവന് വേണ്ടപ്പോൾ അവൻ എടുത്ത് കുടിച്ചോളും. മോൻ്റെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് അലക്കാൻ ഇടാനുണ്ടായിരുന്നു, അതൊക്കെ അലക്കാനിട്ടു. പക്ഷേ ഇത് ചിലപ്പോഴൊക്കെ ആറിയിടാനായിട്ട് ചിലപ്പോൾ രാത്രി അർജട്ടം വന്നാലേ ഞാൻ ആറിയിടുള്ളൂ. കാരണം ഇവനെ വെച്ചുകൊണ്ട് ചിലപ്പോൾ എനിക്ക് പുറത്ത് തുണി ആറിയിടാൻ പോകാൻ പറ്റിയെന്ന് വരില്ല. നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്നാൽ വലിയ ഉപകാരമായിരിക്കും. സാധാരണ എവിടെയെങ്കിലും ട്രിപ്പ് പോകുന്ന വീഡിയോ, അതേപോലെ ഡേ ഇൻ മൈ ലൈഫ്, പിന്നെ ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ, ഇതൊക്കെയാണ് യൂട്യൂബിലൂടെ ഷെയർ ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ മാക്സിമം കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ജപ്പാനിലിപ്പോൾ സമ്മർ സീസണാണ്, അതുകൊണ്ട് തന്നെ നല്ല ഫ്രൂട്ട്സൊക്കെ, അതായത് ഈ വാട്ടർമെലൻ, നമ്മളെ ബത്തക്കയൊക്കെ നല്ലോണം കിട്ടാനുണ്ട്. പക്ഷെ നല്ല റേറ്റ് ഉണ്ട് ഇവിടെ ബത്തക്കയൊക്കെ. അങ്ങനെ ഒരു 11 മണിയായപ്പോൾ നമ്മളെ സ്നാക്സ് ടൈം ആയിട്ടോ. സ്നാക്സ് ടൈമിന് ഞങ്ങൾ ബത്തക്ക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ സ്ലൈസ് ആക്കിയിട്ടാണ് ഹെത്വിക്ക് കൊടുക്കുന്നത്. കാരണം പല്ല് അത്രയും വന്നിട്ടില്ല. ഫ്രണ്ടിലൊരു 4 പല്ല്, താഴെയും അതേപോലെ 4 പല്ല് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ചെറിയ ചെറിയ സ്ലൈസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവന് ചെറുതായിട്ട് കഴിക്കാൻ പറ്റും. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പിറകെ ഉണ്ടാവും കേട്ടോ. വീട്ടിലൊരാളുള്ളത് പോലെയാണ്. സംസാരിക്കാനും ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യും. അങ്ങനെ നല്ല രസമാണ് വീട്ടിൽ. പിന്നെ സ്ക്രീൻ ടൈം ഞാൻ മാക്സിമം കുറക്കാൻ നോക്കും. പിന്നെ തീരെ പറ്റുന്നില്ല എങ്കിൽ ഞാൻ കുറച്ചും കൂടെ സ്ട്രെസ്ഡ് ആണെങ്കിൽ ഞാൻ TV വെച്ച് അവനെ അവിടെ ഇരുത്തും. എന്നാലും അവൻ തിരിഞ്ഞു നോക്കും, മമ്മ അവിടെ ഉണ്ടോ, മമ്മ എവിടെയുള്ളത്. കുറച്ച് സമയം എന്നെ കാണാതിരിക്കുമ്പോഴേക്കും എൻ്റെ പിറകെ നടക്കും. ഞാൻ അവന് ഞങ്ങളെ ഈ പണ്ടത്തെ വീഡിയോസൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. TV ഞങ്ങളെ കാണുമ്പോൾ അവൻ ചിരിച്ചുകൊണ്ടിരിക്കും. ഒരു 12:30 1 o'clock ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ലഞ്ച് കഴിക്കും. ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. പിന്നെ രാവിലെ കഴിച്ച് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ വിശക്കാൻ തുടങ്ങും. ലൈറ്റായിട്ടല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുള്ളൂ. ഹെത്വിക്ക് ക്യാരറ്റ് ഉപ്പേരിയും ചോറും, പിന്നെ എനിക്കാണെങ്കിൽ ക്യാരറ്റ് ഉപ്പേരിയും മുട്ടയും ചോറും കുറച്ച് തൈരും കൂടെയുണ്ട്. ഫുഡ് കഴിച്ച് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് തന്നെ അവൻ ഉറങ്ങാൻ തുടങ്ങും. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യും. പിന്നെ ഇന്ന് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ആറിടാനുണ്ടായിരുന്നു. രാവിലെ അലക്കാനിട്ടല്ലോ, അതൊക്കെ എടുത്ത് ആറിടാനിട്ടു. പിന്നെ കുറച്ച് സമയം എഡിറ്റ് ചെയ്യാനൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവൻ എഴുന്നേൽക്കാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനൊരു ചായ കുടിച്ചു, കുറച്ച് സമയം വെറുതെ ഇരുന്നു. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിരിക്കുമ്പോഴത്തേക്കും പുള്ളി എഴുന്നേറ്റു. പിന്നെ അവന് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഈവനിങ് വാക്കിന് ഇറങ്ങും. ഏകദേശം ഒരു 5-5:30 ശേഷം ഇറങ്ങാൻ പറ്റുള്ളൂ. അത്രയും വെയിലാണ്, പുരിഞ്ഞു പോകുന്ന അത്രയും ചൂടാണ് പുറത്ത്. പിന്നെ പോകുന്ന വഴിയിൽ കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ടാവും. പിന്നെ കാണുന്നവരോടൊക്കെ ഇവൻ ടാറ്റയും ബബായും ഒക്കെ പറയും. പിന്നെ അധിക ദിവസം എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടാവും, വല്ല ചിക്കനോ മീനോ വെജിറ്റബിൾസോ. പക്ഷേ ഇന്നൊന്നും പർച്ചേസ് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറേ ദൂരം നടന്നു, കുറേ കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ റോഡ് സൈഡിൽ കുറേ ഡോഗ്സ് ഉണ്ടാവും, ഈ പെറ്റ് ഡോഗ്സ് ഇല്ലേ, അതൊക്കെ കുറേ ഉണ്ടാവും. പിന്നെ ബോബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെത്വിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തിരിച്ചു വരുമ്പോൾ മിക്കപ്പോഴും അർജാട്ടിൻ്റെ കൂടെ തന്നെയാണ് തിരിച്ചു വരിക. അതാവും പിന്നെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ രണ്ടാളും ഒറ്റയ്ക്ക് ഇരിക്കണ്ടല്ലോ. കുറച്ച് സമയം റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അർജുനനെത്തും. പിന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അർച്ചനും മോനും കൂടെ കളിക്കാനൊക്കെ തുടങ്ങും. ഞാൻ കുക്കിങ്ങിലേക്ക് ഇറങ്ങും. ഇന്ന് നമുക്ക് പ്രോൺസ് നിർവാണയാണ്, ഈ വൈറൽ പ്രോൺസ് നിർവാണയും ചപ്പാത്തിയും കൂടെയാണ്. വേഗം ഉണ്ടാക്കി വേഗം കഴിച്ച് കിടക്കാമെന്ന് വിചാരിക്കും, പക്ഷേ അതൊന്നും നടക്കാറില്ല. കുറേ സമയം എടുക്കും ഫുഡൊക്കെ ആവാനായിട്ട്. ഏകദേശം ഉറങ്ങാനായിട്ട് 10, 11, 12 മണി എങ്ങനെയായാലും ആവും. ഒരു 9:30-10 മണിയാകുമ്പോഴത്തേക്കും ഹെത്വിനെ ഉറക്കാൻ നോക്കും. അവൻ ഉറങ്ങില്ല, എന്നാലും മാക്സിമം ട്രൈ ചെയ്ത് ഒരു 10-10:30 ആകുമ്പോഴത്തേക്കും അവൻ ഉറക്കാൻ നോക്കും. പിന്നെ ഞങ്ങളൊരു പടമൊക്കെ ഇട്ടിട്ട് മെല്ലെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം സംസാരിച്ചിരുന്ന് പിന്നെ ഞാൻ എഡിറ്റിങ്ങിലേക്കും പോവും. അർജുനന് എന്തെങ്കിലും ഗെയിമൊക്കെ കളിക്കാനുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കും. എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇത്ര തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.